Hello dear students, welcome back to Comex tutorial. India's 8 accounting policies, changes in accounting estimates and errors എന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യസ് 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് IAS 8 എന്നുള്ളത്. അക്കൗണ്ടിംഗ് പോളിസിയിലോ ഇനി അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സിലോ ഒക്കെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഇന്ത്യസ് 8 പറയുന്നത്. An entity may be required to change in accounting policies and accounting estimates. ചിലപ്പോൾ ഒരു എൻറ്റിറ്റിക്ക് അതിൻ്റെ അക്കൗണ്ടിങ് പോളിസിയിലോ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലോ ഒക്കെ മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ തന്നെ സം എറർ മൈറ്റ് ഹാവ് കമ്മിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എററും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടി വരും? കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എറർ സംഭവിച്ചാൽ എങ്ങനെ കറക്റ്റ് ചെയ്യണം? ഈ അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? ഇനി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യസ് 8 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് standard is to prescribe the criteria for selecting, changing accounting policies together with the accounting treatment and disclosure of changes in accounting policies, changes in accounting estimates and correction of errors. അപ്പോൾ അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരികയോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇനി അതല്ല എറർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതെങ്ങനെ അക്കൗണ്ട് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യസ് 8 മെയിനായിട്ടും നോക്കുന്നത്. നെക്സ്റ്റ്, സ്കോപ്പ്. ഇന്ത്യസ് 8 കവർ ദ ഫോളോയിങ് ഏരിയ. ഫസ്റ്റ് വൺ, സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഇന്ത്യസ് 8 ഫോക്കസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് ഫോർ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഇന്ത്യസ് 8 കവർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ഇനി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, കറക്ഷൻ ഓഫ് പ്രിയർ പീരീഡ് എറേഴ്സ്. എറർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കറക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ഇന്ത്യസ് 8 കവർ ചെയ്യുന്നത്. These are the 4 major scope of the Indias 8. Next we are going to discuss about the definitions. First one, what is accounting policies? എന്താണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ് പോളിസീസ് ആർ ദി സ്പെസിഫിക് പ്രിൻസിപ്പിൾ, ബേസസ്, കൺവേർഷൻ, റൂൾസ് ആൻഡ് പ്രാക്ടീസസ് അപ്ലൈഡ് ബൈ എൻ എൻറ്റിറ്റി ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എൻറ്റിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിള്, ബേസസ്, കൺവേർഷൻ, റൂൾസ് ആൻഡ് പ്രാക്ടീസസിനൊക്കെയാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രിൻസിപ്പിളും ബേസും കൺവേർഷനും റൂൾസും പ്രാക്ടീസസും ഒക്കെ കൂടിയിട്ടുള്ള അതാണ്. അത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ അതിനെയാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഈസ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ അസറ്റ് ഓർ എ ലയബിലിറ്റി ഓർ ദി എമൗണ്ട് ഓഫ് പീരിയോഡിക് അസംപ്ഷൻ ഓഫ് എൻ അസറ്റ്. These changes are the result of new information or new development, but they are not the correction of errors. അക്കൗണ്ടിങ്ങിൽ നമ്മൾ പല കാര്യങ്ങളും എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അതുപോലെ പ്രൊവിഷൻ ഫോർ വാറൻറ്റി, ദെൻ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസറ്റ്, ഫിക്സഡ് അസറ്റ്, എക്സെട്ര. ഇതെല്ലാം ഒരു എസ്റ്റിമേഷനാണ്. കറക്റ്റായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേഷനിൽ എന്തുണ്ടാകും? ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ദീസ് ചേഞ്ചസ് ആർ ദി റിസൾട്ട് ഓഫ് ന്യൂ ഇൻഫോർമേഷൻ ഓർ ന്യൂ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ചില പുതുതായിട്ടുള്ള ഇൻഫോർമേഷൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിലോ ഒക്കെ ഈ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിൽ എന്ത് ചെയ്യാം? ചേഞ്ച് വരാം. അപ്പോൾ ആ ചേഞ്ച് വരുന്നതിൽ എന്ന് വെച്ചാൽ ആ എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരുന്നതിനെയാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്.
എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ക്യാരിയിങ് എമൗണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്യാരിയിങ് എമൗണ്ടിൽ, അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ടിലോ അല്ലെങ്കിൽ ലാബിലിറ്റിൻ്റെയോ ഒക്കെ ക്യാരിയിങ് എമൗണ്ടിൽ എന്ത് ചെയ്യും, ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ച് എന്നുള്ളത്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്നുള്ളത് ഒരു എററല്ല. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ ഇത്ര ഡെപ്റ്ററിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പ്രൊവിഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ചില ഇൻഫർമേഷൻ്റെ ബേസിസിൽ ചിലപ്പോൾ പ്രൊവിഷൻസ് ബാഡ് ഡെറ്റ്സ് എന്ത് ചെയ്യാം, കൂടാം അല്ലെങ്കിൽ കുറയാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ആ പ്രൊവിഷനിൽ എന്ത് ചെയ്യണം, മാറ്റം വരുന്നതിനെയാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷന്, ഇപ്പോൾ മെഷീനറിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൈഫ് എന്നുള്ളത് 10 years ആണ്. പക്ഷേ ചില ഡെവലപ്മെൻറ്റ് ആ മെഷീനുകളിൽ വരുത്തിയപ്പോൾ നമ്മൾ ആ ലൈഫ് എന്നുള്ളത് നമ്മൾ 10 വർഷം എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ലൈഫ് എന്ത് ചെയ്യാം, കൂടാൻ ചാൻസ് ഉണ്ട്. കൂടിയെന്ന് വിചാരിക്കുക, ഒരു 15 വർഷമായിട്ട് അതിൻ്റെ ലൈഫ് മാറിയെങ്കിൽ അപ്പോൾ അവിടെ എന്ത് വന്നു, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വന്നു എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പ്രിയർ പീരീഡ് എറേഴ്സ്. പ്രിയർ പീരീഡ് എറേഴ്സ് ആർ ദി ഒമീഷൻ ഓർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ 1 or more പീരീഡ്. അപ്പോൾ പ്രിയർ പീരീഡ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒമീഷനാണ്. ചില എമൗണ്ട് നമ്മൾ ഒഴിവാക്കുന്നു, ചില ട്രാൻസാക്ഷൻസ് നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു. ആൻഡ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ചില ട്രാൻസാക്ഷൻ്റെ എമൗണ്ടിൽ എന്ത് ചെയ്യുന്നു, മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തുന്നു. അത് കരുതി കൂട്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഇനി അറിയാതെ സംഭവിച്ചതാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് പ്രിയർ പീരീഡ് എറേഴ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ. റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലൈയിങ് എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ടു ട്രാൻസാക്ഷൻ other event and condition as if that policy had always been applied. അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്രോസ്പെക്റ്റീവായിട്ട് ചേഞ്ച് വരുത്തണം. എന്ന് വെച്ചാൽ പഴയ പോളിസി മുമ്പ് ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് പുതിയ പോളിസി ആയിരുന്നു എന്ന നിലയിൽ അതിനെന്ത് ചെയ്യണം, മാറ്റം വരുത്തുന്നതിനാണ് റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന് റിട്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ കറക്റ്റിംഗ് ദി റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് എമൗണ്ട് ഓഫ് എലമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പ്രിയർ പീരീഡ് എറർ ഹാഡ് നെവർ ഒക്കേഡ്. എന്നുവെച്ചാൽ പ്രിയർ പീരീഡ് എറർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രിയർ പീരീഡ് എറർ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ എന്നാണോ പ്രിയർ പീരീഡ് എറർ സംഭവിച്ചത് അന്ന് മുതൽ ആ സ്റ്റേറ്റ്മെൻറ്റ് റീസ്റ്റേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 2015-14 ഒരു എറർ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2020-21 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറർ ഏത് വർഷമാണ് സംഭവിച്ചത്, 15-16. അന്ന് മുതൽ ആ എററിനെ കറക്റ്റ് ചെയ്തിട്ട് അതിലുള്ള റെക്കഗ്നീഷൻസും മെഷർമെൻറ്റും ഡിസ്ക്ലോഷറും ഒക്കെ മാറ്റം വരുത്തിയിട്ട് അതിനെന്ത് ചെയ്യണം, പുതുതായിട്ട് റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് എന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ മുൻകാല പ്രാബല്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അപ്പോൾ അത് അന്ന് മുതൽ അത് ബാക്കിലോട്ട് പോയിട്ട് അത് മാറ്റം വരുത്തിയിട്ട് അതെന്ത് ചെയ്യണം, തിരിച്ചു വരണം. ഓക്കെ, അപ്പോൾ എന്നാണോ ആ അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുന്നത് അല്ലെങ്കിൽ എന്നാണോ ആ എറർ സംഭവിക്കുന്നത് അന്ന് മുതൽ അത് ആ ഇയർ മുതൽ അതിനെന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ഓക്കെ, അതിനെയാണ് റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് പോളിസീസ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രിയർ പീരീഡ് എറേഴ്സ്. അങ്ങനെ ഈ 3 ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പോളിസി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് അക്കൗണ്ടിങ് പോളിസി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, റൂൾസ്, കൺവേർഷൻ മെത്തേഡിനൊക്കെയാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എൻറ്റിറ്റി അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുക? When an entity is specifically applied to a transaction, the accounting policy applied to that item should be determined by the applying Indias 1. ഒരു ട്രാൻസാക്ഷന് ഇന്ത്യസ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന പോളിസി ഫോളോ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ
ആ ട്രാൻസാക്ഷന് ആ പർട്ടിക്കുലർ ഇൻഡിയേഴ്സ് പ്രകാരം അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി 2-3 മെത്തേഡ് ഉണ്ട്. ഫിഫോ മെത്തേഡ് ഉണ്ട്, അതേപോലെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇൻഡിയേഴ്സ് 2 പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇനി ഒരു ന്യൂ ട്രാൻസാക്ഷന് പ്രത്യേകമായിട്ട് ഒരു അക്കൗണ്ടിങ് പോളിസി ഇല്ല എങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് പോളിസി ഫോളോ ചെയ്യുക? ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഡിയേഴ്സ്, ഇപ്പോൾ ഇൻഡിയേഴ്സ് പ്രത്യേകമായിട്ട് ഇന്ന പോളിസി ഫോളോ ചെയ്യണമെന്ന് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് പറയുന്നില്ല എങ്കിൽ മാനേജ്മെൻറ്റ് മസ്റ്റ് യൂസ് ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് അപ്ലൈയിങ് അക്കൗണ്ടിങ് പോളിസി ദാറ്റ് റിസൾട്ട് ഇൻ ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിലൂടെ പുതിയൊരു അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് റെലവൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഇൻ മേക്കിംഗ് ദാറ്റ് ജഡ്ജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഷുഡ് റെഫർ ദി ഫോളോയിങ്. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റ് ഒരു ജഡ്ജ്മെൻറ്റിലെത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് ഇൻഡിയേഴ്സ് ഡീലിംഗ് വിത്ത് ദ സിമിലർ ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ അതേപോലുള്ള ട്രാൻസാക്ഷന് എങ്ങനെയാണ് മറ്റുള്ള ഇൻഡിയേഴ്സ് ഡീൽ ചെയ്തിട്ടുള്ളത് അതേപോലെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. ഓക്കെ, ഇനി അങ്ങനെ ഇല്ല എങ്കിൽ അഥവാ ഒരു ഇൻഡിയേഴ്സ് സിമിലർ ട്രാൻസാക്ഷന് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് നോക്കിയിട്ടാണ് പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഫ്രെയിം വർക്കിൽ എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് ആൾസോ കൺസിഡർ ദി മോസ്റ്റ് റീസെൻറ്റ് പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ദി other standard setting bodies that use a similar conceptual framework to develop accounting standard. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യസ് പോലുള്ള സിമിലർ ആയിട്ടുള്ള അക്കൗണ്ടിങ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ബോഡീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ IASB ഒക്കെ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, അവർ എങ്ങനെയാണോ ആ ട്രാൻസാക്ഷനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ എന്ത് ചെയ്യുക, ആ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അതും പോസിബിൾ അല്ല എങ്കിൽ മറ്റുള്ള കൺട്രീസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് അതേപോലെ ആ ട്രാൻസാക്ഷനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റിലെത്തുമ്പോൾ ആ മാനേജ്മെൻറ്റിന് സ്വന്തമായിട്ടൊരു അക്കൗണ്ടിങ് പോളിസി ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിലെത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ജഡ്ജ്മെൻറ്റിലെത്താൻ. ഓക്കെ, അക്കൗണ്ടിങ് പോളിസീസിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മളൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. An undertaking shall apply its accounting policies consistently for similar transaction or categories of item. Further, policy should be consistent from period to period to allow the comparison to be made. അപ്പോൾ ഒരു പോളിസി ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോ വർഷവും ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. പീരിയഡ് ടു പീരീഡ് അതേ പോളിസി തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ പോളിസീസിൽ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് വരുത്തണം. ഓക്കെ, എന്നാലാണ് ആ മറ്റുള്ള കമ്പനിയുമായിട്ട് മറ്റുള്ള എൻറ്റിറ്റിയുമായിട്ടൊക്കെ കമ്പാരിസണ് നടത്താൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ കമ്പനീസ് ഇൻവെൻട്രീസ് നൗ ബീയിങ് അക്കൗണ്ടഡ് ഫോർ യൂസിങ് വെയ്റ്റഡ് ആവറേജ്. ഇപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രകാരമാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ദിസ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ഈച്ച് പീരീഡ് സോ ദാറ്റ് യൂസേഴ്സ് ക്യാൻ കമ്പയർ വൺ പീരീഡ് ടു വിത്ത് അനദർ. അപ്പോൾ ഇതെന്നെ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പീരീഡും നെക്സ്റ്റ് പീരീഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളുടെ എൻറ്റിറ്റിയും വേറെ എൻറ്റിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, മിസ്മാച്ച് വരും അല്ലേ. അക്കൗണ്ടിങ് പോളിസീസ് രണ്ട് അക്കൗണ്ടിങ് പോളിസീസാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അക്കൗണ്ടിങ് പോളിസി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. ഇനി അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ എൻറ്റിറ്റി മെയ് ചേഞ്ച് ഇറ്റ്സ് അക്കൗണ്ടിങ് പോളിസി അല്ലേ. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ചേഞ്ച് വരുത്താം. ഫോർ എക്സാമ്പിൾ, എ ചേഞ്ച് ഫ്രം ഇൻവെൻട്രി വാല്യുവേഷൻ യൂസിങ് ഫിഫോ ടു വെയ്റ്റഡ് ആവറേജ്. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇൻവെൻട്രി വാല്യുവേഷൻ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ഫിഫോ. അതാണ് കമ്പനി ഇതുവരെ ഫോളോ ചെയ്തിരുന്നത്. അതെന്ത് ചെയ്യാം, വെയ്റ്റഡ് ആവറേജിലേക്ക് കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറാം. ഇനി അത് നേരെ തിരിച്ചു ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത്.
മെയിനായിട്ടും ഒരു കമ്പനി അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരുത്തുന്നത് രണ്ട് സർക്കംസ്റ്റാൻസസിലാണ്. ദ എൻറ്റിറ്റി ഷുഡ് ചേഞ്ച് ദ അക്കൗണ്ടിങ് പോളിസി ഓൺലി ഇഫ് ദ ചേഞ്ച് ഫസ്റ്റ് വൺ ഈസ് റിക്വയർഡ് ബൈ എൻ ഇൻഡിയേഴ്സ്. ഒരു ഇൻഡിയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിയേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ഈ അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ അക്കൗണ്ടിങ് പോളിസീസിൽ എന്ത് ചെയ്യേണ്ടി വരും? ചേഞ്ച് വരുത്തിയേ പറ്റൂ. രണ്ടാമതായി പറയുന്നത് ദ റിസൾട്ട് ഇൻ മോർ റിലയബിൾ ആൻഡ് റെലവൻറ്റ് ഇൻഫോർമേഷൻ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റി. ഇപ്പോൾ ഒരു എൻറ്റിറ്റിക്ക് തോന്നുകയാണ് അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തിയാൽ അത് കുറച്ചുകൂടി നന്നാകും, അല്ലെങ്കിൽ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് ഒരു എൻറ്റിറ്റിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റിക്ക് വളണ്ടറി ആയിട്ട് അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരുത്താം. ഓക്കെ, എന്നാൽ ദി ഫോളോയിങ് ആർ നോട്ട് ചേഞ്ച് ഇൻ ദി അക്കൗണ്ടിങ് പോളിസി. അപ്പോൾ താഴെ പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ട്, അത് അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്ന ചേഞ്ച് അല്ല എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അഡോപ്റ്റിംഗ് ആൻ അക്കൗണ്ടിങ് പോളിസി ഫോർ ന്യൂ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഓർ ഈവൻ നോട്ട് ഡീൽ വിത്ത് ദി പ്രീവിയസ്ലി ബൈ ദി എൻറ്റിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു എൻറ്റിറ്റി പുതിയൊരു ന്യൂ ടൈപ്പ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ ഒരു ന്യൂ പോളിസിയാണ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ മെത്തേഡാണ് അല്ലെങ്കിൽ ന്യൂ റൂളാണ് ഫോളോ ചെയ്യുക. അപ്പോൾ അതെന്തല്ല അക്കൗണ്ടിങ് പോളിസീസിലുള്ള ചേഞ്ച് വരുന്നതല്ല, അത് ഫസ്റ്റ് ടൈമാണ് അതെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ദെൻ അഡോപ്റ്റിംഗ് ന്യൂ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ് വിച്ച് ഹാസ് നോട്ട് അക്കേർഡ് ഇൻ ദി പാസ്റ്റ് ഓർ വിച്ച് വാസ് നോട്ട് മെറ്റീരിയൽ. അപ്പോൾ ഈ രണ്ട് സർക്കംസ്റ്റാൻസസിലും അത് അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്ന ചേഞ്ച് ആയിട്ട് പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ അപ്ലൈയിങ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇനി അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദ ഫോളോയിങ് റൂൾസ് മേ ബി ഫോളോഡ് ഫോർ അപ്ലൈയിങ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി. അതിൽ ഫസ്റ്റ് പറയുന്നത് an entity shall account for a change in accounting policy resulting from the initial application of an Ind AS in accordance with the specific transitional provision if any in that Ind AS. സ്പെസിഫിക് Ind AS പ്രകാരം അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ Ind ASൽ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ അതിനെ ട്രീറ്റ് ചെയ്യാം. ഇനി ഇഫ് ദർ ഇസ് നോ സ്പെസിഫിക് ട്രാൻസിഷണൽ പ്രൊവിഷൻ അപ്ലൈങ് ടു ദാറ്റ് ചേഞ്ചസ്, അപ്പം അങ്ങനെ ഒരു Ind AS പ്രത്യേകമായിട്ട് ഒരു പ്രൊവിഷൻസ് ഒന്നും പറയുന്നില്ല എങ്കിൽ ആൻഡ് അക്കൗണ്ടിങ് പോളിസീസ് വളണ്ടറിലി ചേഞ്ച്ഡ്. ഇപ്പോൾ ഒരു കമ്പനി, ഒരു എൻറ്റിറ്റി വളണ്ടറി ആയിട്ടാണ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തുന്നത് എങ്കിൽ then changes should be applied retrospectively. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എൻറ്റിറ്റി റിട്രോസ്പെക്റ്റീവായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തണം. ഓക്കെ, അൺലെസ് ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ ടു ഡു സോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, വളണ്ടറി ആയിട്ടാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ റിട്രോസ്പെക്റ്റീവായിട്ട് മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ പഴയ പോളിസി മുമ്പ് ഇല്ലാതിരുന്നു എങ്കിൽ ആ സ്ഥാനത്ത് പുതിയ പോളിസി ആയിരുന്നു എന്ന നിലയിൽ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ഫോർ എക്സാമ്പിൾ 15-16 മുതൽ 2020-21 ഇയറാണ് തന്നിട്ടുള്ളത്. കമ്പനി 2015-16 കോസ്റ്റ് മോഡലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. PPൻ്റെ വാല്യൂഷൻ എന്ന് വെച്ചാൽ അസറ്റ് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ അത് കോസ്റ്റ് മോഡലിലായിരുന്നു അതിന് വാല്യൂ ചെയ്തിരുന്നത്. 2016-17 അത് തന്നെ ചെയ്തിരുന്നത്. 18-19 അങ്ങനെ തന്നെ ആയിരുന്നു. 18-19, 19-20 അപ്പോൾ 20-21 റീവാല്യുവേഷൻ മോഡലിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് റിവാല്യൂഷൻ മോഡലിലേക്ക് മാറുന്നത്? അക്കൗണ്ടിങ് പോളിസീസിലുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ എൻറ്റിറ്റി 2020-21 എന്ത് ചെയ്യാണ്, റീവാല്യുവേഷൻ മോഡിലേക്ക് മാറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ റിട്രോസ്പെക്റ്റീവായിട്ട് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അല്ലേ. അക്കൗണ്ടിങ് പോളിസീസിൽ വളണ്ടറി ആയിട്ട് മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ റിട്രോസ്പെക്റ്റീവായിട്ട് മാറ്റം വരുത്തണം. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോളിസി എന്താണോ ഫോളോ ചെയ്തിരുന്നത്, പഴയ പോളിസിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, പുതിയ പോളിസി വെച്ചിട്ട് അതിനെ ബാക്കിലോട്ട് പോയിട്ട് അതിനെ മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് മോഡൽ 2015-16 ഫോളോ ചെയ്തത്. അപ്പോൾ ഈ ഓൾഡ് പോളിസി ഫോളോ ചെയ്ത ഇയർ മുതൽ എന്ത് ചെയ്യണം, ന്യൂ പോളിസി ഫോളോ ചെയ്തിട്ട് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യണം, റീസ്റ്റേറ്റ് ചെയ്ത് കൊണ്ടുവരണം.
ഓക്കെ, അപ്പോൾ 2015-16 റിവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക, അതിലുള്ള എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളതും അതൊക്കെ ഈ 16-17 17-18 19-20 ഒക്കെ എന്ത് ചെയ്യണം, റീവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അതിനെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ റീസ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വെൻ എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അപ്ലൈഡ് റിട്രോസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഒരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ അത് റിട്രോസ്പെക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യണം. ഇറ്റ് ഈസ് റിക്വയർഡ് എൻറ്റിറ്റി ടു അഡ്ജസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഈച്ച് അഫക്റ്റഡ് കോമ്പണൻറ്റ് ഓഫ് ഇക്വിറ്റി ഫോർ ഏർലിയസ്റ്റ് പ്രിയർ പീരീഡ് പ്രസൻറ്റഡ് അറ്റ് ദി അതർ കമ്പാരറ്റീവ് amount disclosed for each period presented as if the new accounting policy had always been applied. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. സ്റ്റാർ ലിമിറ്റഡ് ഹാഡ് പർച്ചേസ്ഡ് ബിൽഡിംഗ് ഓൺ April 1, 2004. It is only the asset of building. The class of asset it is decided to adopt a revaluation model for building. During the financial year 1920, the Star Limited decided to change the accounting year for the building to cost model. And how will you account for the changes in accounting policy? ഇവിടെ നോക്കുക, ബിൽഡിങ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1 April 2004 അപ്പോൾ അന്ന് നമ്മൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ റിവാലുവേഷൻ മോഡലാണ് ഫോളോ ചെയ്തിരുന്നത്. 2019-20 ഇയറിൽ, ഫിനാൻഷ്യൽ ഇയർ 2019-20 കമ്പനി സ്റ്റാർ ലിമിറ്റഡ് എന്തിലേക്ക് മാറാൻ തീരുമാനിക്കുകയാണ്, കോസ്റ്റ് മോഡലിലേക്ക് മാറാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്ന ചേഞ്ച് ആണ്. ഇതിനെന്ത് ചെയ്യണം, റെട്രോസ്പെക്റ്റീവായിട്ട് മാറ്റം വരുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2004 മുതൽ അതിൽ കോസ്റ്റ് മോഡൽ അപ്ലൈ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻ ഓൺ റെട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻസ്. അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ റിട്രോസ്പെക്റ്റീവായിട്ട് മാറ്റം വരുത്തണം നമ്മൾ പറയുകയുണ്ടായി അല്ലേ. ഇനി എല്ലാ കേസിലും റിട്രോസ്പെക്റ്റീവായിട്ട് ചിലപ്പോൾ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ അത് പ്രാക്ടിക്കബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ പ്രാക്ടിക്കബിൾ അല്ല എങ്കിൽ എന്ന് മുതലാണോ റെട്രോസ്പെക്റ്റീവായിട്ട് പ്രാക്ടിക്കബിൾ ആകുന്നത് അന്ന് മുതൽ അത് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016-17 ഡാറ്റ മിസ്സിംഗ് ആണ്. ഓക്കെ, ഡാറ്റ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ളത് എന്ത് ചെയ്യുക, റെട്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 16-17 ഡാറ്റ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് മുതലാണ് അത് അപ്ലിക്കബിൾ ആകുന്നത്, 2017-18 ഇയർ മുതലാണ് പിന്നെ റെട്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. വെൻ it is impracticable to apply retrospective application, then entity should apply the new accounting policy to the carrying amount of asset and liability as at the beginning of the earliest period for which retrospective application is practicable, which may be the current period. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്, അത് വായിച്ചു നോക്കാം. ഓക്കെ, അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് അണ്ടർടേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് അൺസർട്ടൈനിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അൺസർട്ടൈനിറ്റീസിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ഒരു എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാവും. എന്ന് വെച്ചാൽ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഡാറ്റയുടെ ബേസിലോ അല്ലെങ്കിൽ ഒരു പുതുതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ്റെ ബേസിസിലൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇത്ര ഡെപ്റ്റർ ഉണ്ട്, അതിൽ ഇത്ര ആൾക്കാർ ബാഡ് ഡെറ്റ്സ് ആകുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഇത്ര ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ പ്രൊവിഷൻ ഫോർ ഇൻവെൻട്രി ഓഫ് ഒബ്സലസൻസ് ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ,
അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കറക്റ്റായിട്ട് ഒരു ഫിക്സ്ഡ് അസറ്റിന് ഇത്ര ലൈഫ് ഉണ്ടാകുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇത്ര യൂസ്ഫുൾ ലൈഫ് ഉണ്ടാകും. ചിലപ്പോൾ അതിലെന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റിൽ എന്തെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ എന്ത് ചെയ്യും, മാറ്റം വരും അല്ലേ. അപ്പോൾ നമ്മൾ ആ എസ്റ്റിമേഷനിൽ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് വരുത്തേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ എമൗണ്ടിൽ ചിലപ്പോൾ റിവിഷൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എസ്റ്റിമേഷനിൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൊസ്പെക്റ്റീവായിട്ട് ചേഞ്ച് വരുത്താൽ മതി. എന്ന് മുതലാണോ ആ ചേഞ്ച് വരുന്നത് അന്ന് മുതൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റിവിഷൻ ഓഫ് ആൻ എസ്റ്റിമേറ്റ് ഡസ് നോട്ട് റിലേറ്റഡ് ടു പ്രിയർ പീരീഡ്. അപ്പോൾ പ്രിയർ പീരീഡിലേക്ക് എന്ന് വെച്ചാൽ റിട്രോസ്പെക്റ്റീവായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, പ്രൊസ്പെക്റ്റീവായിട്ട് തന്നെ ചേഞ്ച് വരും. ഏത് വർഷമാണോ ആ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരുന്നത് ആ വർഷം മുതൽ അതിന് ചേഞ്ച് വരുന്ന രീതിയിൽ അതിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, ഈഗിൾ എയർവേ ഹാസ് എയർലൈൻ ഫ്ലീറ്റ്. ഓക്കെ, കുറച്ച് ഒരു എയർലൈൻ ഫ്ലീറ്റ് ഉണ്ട് ആർക്ക്, ഈഗിൾ എയർവേസ്. ന്യൂ ലെജിസ്ലേഷൻ വിൽ ബാൻ ദം ഫോർ യൂസ് ഓഫ് എൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു പുതിയ ലെജിസ്ലേഷൻ പ്രകാരം അതിനെന്ത് ചെയ്തു, ആ ഈഗിൾ എയർവേസിന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വന്നു. ഓക്കെ, ദിസ് വിൽ റെഡ്യൂസ് ദർ യൂസ്ഫുൾ ലൈഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു നിയമം അല്ലേ, ആ ഒരു ഇൻഫോർമേഷന് അത് ആ യൂസ്ഫുൾ ലൈഫിനെ എന്ത് ചെയ്യും, കുറക്കും. ദിസ് വിൽ നീഡ് ടു ബി ആക്സിലേറ്റ് ദ ഡിപ്രിസിയേഷൻ. അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷന് കൂട്ടേണ്ടി വരും അല്ലേ. യൂസ്ഫുൾ ലൈഫ് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ റെസ്യൂജ്വൽ വാല്യൂവിൽ ചിലപ്പോൾ മാറ്റം വരാം. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈഫിലും അത് ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ടിലൊക്കെ എന്ത് ചെയ്യാണ്, മാറ്റം വരികയാണ്. അപ്പോൾ ഇതിനെയാണ് അക്കൗണ്ടിങ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഇന്ത്യ സൈറ്റ് പ്രകാരം ഏത് വർഷമാണോ ആ ചേഞ്ചസ് വരുന്നത് ആ വർഷം മുതൽ അതിനെ ആ പുതുതായിട്ടുള്ള ഡിപ്രിസിയേഷൻ എമൗണ്ടും യൂസ്ഫുൾ ലൈഫൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് മുതൽ ആണ് ചെയ്താൽ മതി. ബാക്കിലേക്ക് എന്ത് ചെയ്യേണ്ട, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ആ ചേഞ്ച് വരുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ മുതൽ അതിനെ കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ, ഇനി ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ബേസിസ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പറയുന്നുണ്ട്. എ ബിസിനസ് മേ റിക്വയർ എ ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ മെഷർമെൻറ്റ് ബേസിസ് അപ്ലൈഡ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് ബേസിസിൽ ചിലപ്പോൾ മാറ്റം വരാം. ഓക്കെ, ചേഞ്ച് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്കൗണ്ടിങ് പോളിസിയിലാണോ ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എസ്റ്റിമേഷനിലാണോ ചേഞ്ച് വന്നിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അവിടെ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, അക്കൗണ്ടിങ് പോളിസീസിൽ വന്നിട്ടുള്ള ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യണം, നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കാം. അക്കൗണ്ടിങ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓൺ 1st April 2016 എ കമ്പനി പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹8 lakh. റെസ്യൂജ്വൽ വാല്യൂ ഓഫ് ദി മെഷീൻ അറ്റ് ദി എൻഡ് ഓഫ് ദി യൂസ്ഫുൾ ലൈഫ് 60,000 റെസ്യൂജ്വൽ വാല്യൂ. യൂസ്ഫുൾ ലൈഫ് എത്രയാണ്, 10 year ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ് ടു 31st March 2019 ദ ഡിപ്രിസിയേഷൻ വാസ് ചാർജ്ഡ് അണ്ടർ ദി സ്ലൈറ്റ് ലൈൻ മെത്തേഡ്. സ്ലൈറ്റ് ലൈൻ മെത്തേഡ് ആയിരുന്നു ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരുന്നത്. ഹൗവർ ദി കമ്പനി സ്വിച്ച്ഡ് ഓവർ ടു WDV അറ്റ് 15% പെർ ആനം. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്, അക്കൗണ്ടിങ് പോളിസീസിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. WDV ഇട്ടു റിട്ടേൺ ഡൗൺ വാല്യൂയിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്രം ഇവിടെ കമ്പനി ആദ്യം SLM ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പിന്നെ 2019-20 അതിനെന്ത് ചെയ്തു, WDVയിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് റെട്രോസ്പെക്റ്റീവായിട്ട് എഫക്റ്റ് വരും. ദ കമ്പനി റിവൈസ്ഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് മെഷീൻ ടു 15 years. അപ്പോൾ 10 വർഷം ഉണ്ടായിരുന്ന യൂസ്ഫുൾ ലൈഫ് എത്രയായിട്ട് മാറി, 15 വർഷമായിട്ട് മാറി. ഹൗ വിൽ യു ട്രീറ്റ് ദ അബോവ് ചേഞ്ചസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കമ്പനി ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020 ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇന്ത്യ സൈറ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. 10 വർഷം അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ടായിരുന്നത് എത്രയായിട്ട് കുറഞ്ഞു, എത്രയായിട്ട് കൂടി, 15 വർഷമായിട്ട് കൂടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചാണ്. അപ്പോൾ അതിന് നമ്മൾ 31st March 2020 അതിന് എത്രയാണ് അതിന് കമ്പനി എന്ത് ചെയ്യാൻ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷനിലേക്ക് നോക്കാം. നമ്മളിവിടെ നോക്കാം. ഫസ്റ്റ്, ആനുവൽ ചാർജ് ഓഫ് ഡിപ്രിസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ബിലോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം.
അപ്പോൾ ഇതുവരെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം അതിന് എത്രയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്നാ പർച്ചേസ് ചെയ്തത്, അസെറ്റ് പർച്ചേസ് ചെയ്തത് 1 ഏപ്രിൽ 2016 ആണ്. അപ്പോൾ ഇത് ഏതാണ് ഈ 31 മാർച്ച് 2019 വരെ അതിന് എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ളത് എത്രയാണ്, 8 ലാഖാണ് അതിൻ്റെ വാല്യൂ. അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 ലാഖ് മൈനസ് 60,000 ആണ് റെസ്യൂജ്വൽ വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് അല്ലേ. അപ്പോൾ 74,000 ആണ് ഒരു വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്കുള്ളത് അപ് ടു 31 മാർച്ച് 2019 വരെയുള്ള ഡിപ്രിസിയേഷൻ എത്രയാണ്, 74,000 ഇൻറ്റു 3 2,20,000. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 31 മാർച്ച് 2019 അതിൻ്റെ ബുക്ക് വാല്യൂ എന്നുള്ളത് ഓൾഡ് മെത്തേഡ് പ്രകാരം 8 ലാഖിൽ നിന്ന് 3 വർഷത്തെ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ 5,78,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾഡ് മെത്തേഡ് പ്രകാരം അതിൻ്റെ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരമുള്ള അതിൻ്റെ ബുക്ക് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ കോസ്റ്റ് നമ്മൾ 8 ലാഖ് തന്നെയാണ് അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ലെസ് 15% ഡിപ്രിസിയേഷൻ ഒരു വർഷത്തേക്ക്, അപ്പോൾ 6,80,000. വീണ്ടും 15% ഡിപ്രിസിയേഷൻ കുറച്ച്, അപ്പോൾ 1,02,000 കിട്ടി. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,78,000 കിട്ടും. ദെൻ അഗെയിൻ ഡിപ്രിസിയേഷൻ 15%, അപ്പോൾ 86,700 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 4,94,300 ആണ് അതിൻ്റെ 31 മാർച്ച് 2019 WDV പ്രകാരമുള്ള ബുക്ക് വാല്യൂ. ഓക്കെ, ഇത് SLM പ്രകാരമുള്ള ബുക്ക് വാല്യൂ ആണ്, മറ്റത് WDV ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഓൾഡ് മെത്തേഡിൽ 2,20,000 ആണ് അല്ലേ. ഇവിടെ എന്താ 2,20,000. ന്യൂ മെത്തേഡ് പ്രകാരം 3,08,700 ആണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് 3,08,700 ആണ്. പക്ഷേ 2,22,000 മാത്രമേ ഡിപ്രിസിയേഷന് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 76,700 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ വർഷം ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ WDV പ്രകാരമുള്ള ബുക്ക് വാല്യൂവിൻ്റെ ആ വാല്യൂവിലെത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഡിപ്രിസിയേഷൻ 31 മാർച്ച് 2020 ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ എത്രയാണ്, 4,91,300 ആണ്. 50% ഡിപ്രിസിയേഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 73,695 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 1920 ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മളിവിടെ 76,700 കുറച്ചാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SLM പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ 76,700 എന്ത് ചെയ്യണം, അധികമായിട്ട് ഈ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു വാല്യൂയിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 76,700 എന്ത് ചെയ്യണം, കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ്റെ കൂടെ എക്സസ് ആയിട്ട് ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷനും കൂടി ആഡ് ചെയ്തിട്ട് 1,50,395 ആണ് ഇപ്രാവശ്യം ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് വന്നപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ഈ കറൻറ്റ് ഇയർ മുതലാണ് അതിൻ്റെ നേരിട്ട് മാറ്റം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ കറൻറ്റ് ഇയറിൽ 31 മാർച്ച് 2020 നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്യേണ്ടത് എത്രയാണ്, 1,50,395 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊസ്പെക്റ്റീവ് അപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഏത് വർഷമാണോ ആ എസ്റ്റിമേഷനിൽ മാറ്റം വരുന്നത് അന്ന് മുതലാണ് അതിനെ മാറ്റം വരുത്തിയാൽ മതി. Okay, the effect of change in accounting estimate should be recognized prospectively by including it in profit or loss. Okay, ഇവിടെ പറയുന്നത് the period of changes if the change affect that period only. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് മാത്രമേ അതിന് ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ പീരീഡിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റം വരുത്തിയാൽ മതി. ഫോർ എക്സാമ്പിൾ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്ന് വെച്ചാൽ ബാഡ് ഡെറ്റ്സ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം കൂടാൻ അല്ലെങ്കിൽ കുറയാം, ഒരു പെർട്ടിക്കുലർ പീരീഡിലാണ് എന്ത് ചെയ്യുക അത് അതിൽ മാറ്റം വരിക. അങ്ങനെയാണെങ്കിൽ ആ പെർട്ടിക്കുലർ പീരീഡിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മാറ്റം വരുത്തിയാൽ മതി. ഇനി ഫ്യൂച്ചർ പീരീഡിലാണെന്നുണ്ടെങ്കിലും അതിനങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഡിപ്രിഷിയബിൾ അസറ്റ്,
അപ്പോൾ അത് നമ്മൾ എസ്റ്റിമേഷനിൽ മാറ്റി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10 വർഷമുള്ളത് എന്തായിട്ട് മാറി, 15 വർഷമായിട്ട് മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ ഫ്യൂച്ചർ പീരീഡിലും അതിനുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ചേഞ്ച് വരുത്തണം. ആ പ്രൊസ്പെക്റ്റീവ് അപ്ലിക്കേഷന് അങ്ങോട്ട് ഫ്യൂച്ചർ പീരീഡ് അങ്ങോട്ട് എന്താണോ ആ എസ്റ്റിമേഷൻ മാറ്റം വരുന്നത് അന്ന് മുതൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എററാണ്. എറർ ഡിസ്കവേർഡ് ഡ്യൂറിങ് ദി കറൻറ്റ് പീരീഡ് മേ ഹാവ് അറൈസൺ ഓൺ അക്കൗണ്ട് ബൈ മാത്തമെറ്റിക്കൽ മിസ്റ്റേക്ക്. ഇപ്പോൾ മാത്തമെറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് അപ്ലൈ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവാം, മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്റ്റ്, ചില ഫാക്റ്റുകൾ മിസ് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടാവാം. ഓക്കെ, അത് നെക്സ്റ്റ് പറഞ്ഞത് ഓവർസൈറ്റ് ഓർ ഫ്രോഡ്. അപ്പോൾ ഇത് കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എറർ സംഭവിക്കുന്നത്. എറർ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരുതി കൂട്ടി ചെയ്തതാവാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വന്നു കഴിഞ്ഞാലൊക്കെ അത് എന്താണ്, എററാണ്. ഓക്കെ, അപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എൻറ്റിറ്റി ഷുഡ് കറക്റ്റ് ഓൾ പ്രിയർ പീരീഡ് എറേഴ്സ് റിട്രോസ്പെക്റ്റീവ്ലി. നമ്മൾ അക്കൗണ്ടിങ് പോളിസീസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് റിട്രോസ്പെക്റ്റീവായിട്ട് റീസ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, retrospectively in the first set of financial statement approved for issue after their discovery, the correct should be done by restating the comparative amount of the prior period presented which is error record. അപ്പോൾ ഏത് വർഷമാണോ ആ എറർ സംഭവിച്ചത് അന്ന് മുതൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീസ്റ്റേറ്റ് ചെയ്യണം. അതിനെയാണ് റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇഫ് ദ എറർ ഒക്കേർഡ് ബിഫോർ ദി ഏർലിയസ്റ്റ് പ്രിയർ പീരീഡ് പ്രസൻറ്റഡ്, റീസ്റ്റേറ്റിംഗ് ദി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഫോർ ദി ഏർലിയസ്റ്റ് പ്രിയർ പീരീഡ് പ്രസൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഏത് വർഷം ഇതിനാണ് പറഞ്ഞത്, ഏത് വർഷമാണോ ആ എറർ സംഭവിക്കുന്നത് ആ വർഷത്തിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് പ്രിയർ പീരീഡ് മുതൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലും അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലും ലയബിലിറ്റീസിൻ്റെ ഏതാണോ ആ എറർ സംഭവിക്കുന്നത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൽ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻ ഓൺ റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ നമ്മൾ എറർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിട്രോസ്പെക്റ്റീവായിട്ട് റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, എന്നാണോ എറർ സംഭവിച്ചത് അന്ന് മുതലാണ് മാറ്റം. പക്ഷേ എല്ലാ കേസിലും ചിലപ്പോൾ അത് പ്രാക്ടിക്കബിൾ ആവണം എന്ന് നിർബന്ധമില്ല. ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ഇംപ്രാക്ടിക്കബിൾ for the entity to determine the period specific effect on error for one or more period presented, it shall be restate the opening balance of asset and liabilities of equity and earliest period for which retrospective restatement is practicable. നമ്മൾ അക്കൗണ്ടിങ് പോളിസീസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, എന്നാണോ അത് ആ പ്രാക്ടിക്കബിൾ ആയിട്ട് റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് അന്ന് മുതൽ അതിനെ റിട്രോസ്പെക്റ്റീവായിട്ട് റീസ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യസ് 8 പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് പോളിസീസിലും അതേപോലെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലൊക്കെ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ എറർ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് പോളിസീസിൽ മാറ്റം വരികയാണെങ്കിൽ റിട്രോസ്പെക്റ്റീവ് അപ്ലിക്കേഷനാണ് വരിക. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രോസ്പെക്റ്റീവാണ്. എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.